ഒടിക്കടാ. ഒടിയുന്നില്ലടോ, അവലക്ഷണമാണല്ലോടാ. പൊട്ടി വീണില്ലടാ. എടാ അവൾക്ക് നിന്നെ ഇഷ്ടമൊന്നും അല്ലടാ. ഒരു കാര്യം ചെയ്യ്, വേറൊരു പരിപാടിയുണ്ട്. 50 രൂപയുടെ ചിലവേ ഉള്ളു. അവളുടെ ഒരു തലമുടി കിട്ടുമോ? നീ കഴിഞ്ഞ ആഴ്ച എൻ്റെ 100 രൂപ വാങ്ങിച്ചല്ലയോ? അവിടെ ബെഞ്ചിനടി തകിട് ജപിച്ചു വെക്കാനാന്ന് പറഞ്ഞു. അവിടെ ഈ എച്ചിക്കണക്കൊന്നും പറയല്ലേ, മന്ത്രമൊന്നും ഏക്കത്തില്ല. അല്ലേലങ്ങ് ഭരിക്കുവോ? ഞാനേ ഒരു ഐഡിയ പറയാം. അപ്പം നീ ആ കുണ്ട്ര ജോയി വാങ്ങിക്കോ, എല്ലാം സെറ്റാവും. കുണ്ട്ര ജോയിയോ? അതാറാ? അവൻ്റെ കുണ്ട്രയുള്ള വല്ല ബന്ധുക്കളായിരിക്കും. എടാ നിനക്കൊന്നും കുണ്ട്ര ജോയി അറിയത്തില്ലോടാ? ഞാൻ ദിവസവും തിന്നുന്നേ, അടിപൊളി സാധനമാ. എടാ ഇവൻ ഏതോ ജോയിയെ തല്ലിക്കൊന്ന് തിന്നയാന്ന് തോന്നുന്നു കേട്ടോ. എടാ ഇവൻ നരഭോജിയാണോടാ? ആ ക്രീമിനകത്തെ പൊതിഞ്ഞിരിക്കുന്ന 2 ബോളുണ്ട്, അതങ്ങോട്ട് കോരി തിന്നണം. കിടിലവാ. എടാ ഇവൻ പറയുന്ന ലക്ഷണം വെച്ചേ ഇവൻ ഉദ്ദേശിക്കുന്ന കിൻഡർ ജോയ് ആണെന്ന് തോന്നുന്നു. താങ്കൾ ഉദ്ദേശിക്കുന്നത് കിൻഡർ ജോയ് ആണോ? എടാ പൊട്ടന്മാരെ, അതല്ലോടെ ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് കുണ്ട്ര ജോയിന്ന്. എടാ കിൻഡർ ജോയ്. എടാ അത് തന്നെയല്ലോടെ ഞാനും പറഞ്ഞേ കുണ്ട്ര ജോയിന്ന്. ഞാൻ ആരോ ഏട്ടാ. എടാ അവൻ്റെ മനസ്സിലേ ഈ സംഭവം ഉണ്ട്, ഇത് വെളിയിലോട്ട് വരാത്തേ. നമ്മൾ അവനെ ഒരുപാട് നിർബന്ധിക്കണ്ട, അവന് ചിലപ്പോൾ ഫിസ് വരും. ഹാപ്പി ഫിസോ? അല്ലടാ ഫിസ്, ചന്നി. എടാ അത് ഫിക്സ് അല്ലേടാ? അതല്ലേ പറഞ്ഞ ഫിസ് എന്ന്. നാളെ പരീക്ഷ, നീയൊക്കെ എന്തേലും പഠിച്ചോ? നീ മിണ്ടരുത്. നീ കാരണം എനിക്ക് അമ്മയുടെ നിന്ന് വെളുപ്പാങ്കാലി തടി മേടിക്കും. അതെന്തോടെ സംഭവം? എടാ ഇവിടെ ഇല്ലയോ, വെളുപ്പിന് 5 മണിയാകുമ്പോൾ തുടങ്ങും ഇവളുടെ പാരായണം. എടാ പഠിത്തോന്ന്, അത് കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ട. അപ്പം അമ്മയ്ക്ക് തുടങ്ങും. എൻ്റെ കൂടെ പഠിക്കുന്നില്ലടാ, കണ്ടു പഠിക്കടാ. ഇപ്പോൾ ഒരു പട്ടിഷോ. മര്യാദയ്ക്ക് എൻ്റെ വെളുപ്പിനുള്ള പഠിത്തം നിർത്തിക്കണം, അല്ലെ നിന്റെ പേര് എഴുതി വെച്ചാൽ നാട് വിടും. അപ്പം നീ പരീക്ഷയ്ക്ക് ഫുള്ളും പഠിച്ചു കാണുമല്ലോ. ഓ അബദ്ധം പറ്റി, ഞാൻ 3-4 ചാപ്റ്റർ അങ്ങ് പഠിച്ച്. പിന്നെ രാവിലെ അറിയുന്നേ അനിയൻ്റെ പുസ്തകമായിരുന്നു. പുസ്തകം മാറി. പിന്നെ മലയാളത്തിലെ പരീക്ഷ ഇല്ലയോ, ഓണത്തെപ്പറ്റി എഴുതി ഒരു 10 മാർക്ക് കിട്ടും. നിനക്ക് ഓണത്തെപ്പറ്റി എന്തൊക്കെ അറിയാം? കേൾക്കട്ടെ. ഓണത്തെപ്പറ്റിയോ? പറയാം, സിമ്പിൾ. ക്രിസ്മസിന് മുമ്പാണ് ഓണം. പിന്നെ എല്ലാ മലയാളികളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സംഭവമാണ് ഓണം ബമ്പർ. പിന്നെ ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത്. പിന്നെ ഓണത്തിന് 10 ദിവസത്തെ അവധിയുണ്ട്. പിന്നെ തിരുവോണത്തിനെ വല്യേട്ടനുണ്ട്. മതി, നീ ജയിച്ച്. എനിക്ക് മലയാളമൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഹിസ്റ്ററിയാണ് ഇഷ്ടം. ഹിസ്റ്ററിയോ? എടാ നിനക്കൊക്കെ കേരളത്തിൻ്റെ ചരിത്രം അറിയാവോ? ചേര സാമ്രാജ്യം എന്തോന്ന് അറിയാവോ? ചേര സാമ്രാജ്യം അറിയാം. എൻ്റെ വീട് എന്നും ഉച്ചയാകുമ്പോൾ വരും. ഞാനിങ്ങനെ മലന്ന് കിടക്കുമ്പോണ്ടല്ലോ ഉത്തരത്തേക്കൂടി ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ ഒരു ബഹളമായില്ലേ ഓടിച്ച്. പിന്നെ 1 മണിക്കൂർ വെളി ഇറങ്ങി നിൽക്കണം. നിനക്കറിയാവോ, മഞ്ഞച്ചേര മലന്ന് കടിച്ചാൽ മലയാളത്തിന് മരുന്നില്ല. പക്ഷെ പാവമാടാ ചേര. എടാ ആ ചേരല്ലടാ ഈ ചേര. പിന്നെ ഏത് ചേരയാ? ഈ ചേര രാജാവെന്ന് കേട്ടിട്ടുണ്ടോ? അത് പറ. ചേര രാജാവിനെ ആർക്കറിയാത്ത? രാജവമ്പാല. എടാ നിനക്ക് ചോള രാജാവിനെ അറിയാവോ? ചോള രാജാവിനെ അറിയാം. ചോളത്തിൽ രാജാവ് പോപ്കോൺ തന്നെയാ. നീ എന്താണ് മിണ്ടായിരിക്കുന്നേ? നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ സ്കൂളെല്ലാം കൂടി ഇടിച്ച് നാലോട്ടങ്ങ് പോയായിരുന്നെങ്കിൽ. ഞാൻ ഈ പഠിത്തമൊക്കെ നിർത്തി അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോകാമെന്ന് ആലോചിക്കുമോ? അതാകുമ്പോഴേ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 9 മണിയാകുമ്പോൾ പണിക്ക് കയറാം. പിന്നെ 10 മണിക്ക് ചായ കുടിക്കാൻ ഇറങ്ങും. 1 മണിയാകുമ്പോൾ ചോറ് കഴിക്കാൻ ഇറങ്ങും. പിന്നെ 2 മണിയാകുമ്പോൾ കയറിയാൽ മതി. പിന്നെ 3 മണിയാകുമ്പോൾ ചായ. 5 മണിയാകുമ്പോൾ വീട്ടിൽ പോവാം. അച്ഛനൊക്കെ എന്തോ സുഖമോ, പഠിക്കാൻ വേണ്ട, ട്യൂഷനും വേണ്ട, അടിയും കിട്ടത്തില്ല. എന്നിട്ട് കുറച്ചു നാളായിട്ട് നിങ്ങൾ അച്ഛൻ വീട്ടിലുണ്ടല്ലോ. ഇപ്പം ആരും പണിക്ക് വിളിക്കുന്നില്ല. ഇങ്ങനെ പണിയാനെന്നെ ആര് വിളിക്കാനാ?